അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ കുടുംബാംഗങ്ങളെ, ചകലയിൽ കുടുംബത്തിൻ്റെ 99ാം വാർഷികത്തിൽ പങ്കെടുക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഞാൻ 3 പ്രാവശ്യം ഈ കുടുംബയോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പലർക്കും ചരിത്രത്തെ സംബന്ധിച്ച് വലിയ നിശ്ചയമില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ പൂർവികരുടെ കഥ ഈ കുടുംബയോഗത്തിലെങ്കിലും ഒന്ന് പറയണം. ഞാൻ 5 മിനിറ്റ് എടുക്കുന്നതിൽ ക്ഷമിക്കണം. നമ്മുടെ കുടുംബം പുത്തൻപുരയ്ക്കൽ എന്ന് പറയുന്ന കുടുംബം ചെന്നീർക്കര പഞ്ചായത്തിൽ തുമ്പോൺ അമ്പലക്കടവിന് അടുത്താണ് താമസിക്കുന്നത്. തുമ്പോൺ എന്ന് പറയുന്ന പ്രദേശം വാസ്തവത്തിൽ ഇപ്പോഴത്തെ തുമ്പോൺ പഞ്ചായത്തുള്ള സ്ഥലമല്ല. അത് തുമ്പോൺ വടക്കേക്കരയാണ്. കാരണം തുമ്പോൺ അമ്പലക്കടവിൽ അവിടെ ഒരു അമ്പലമുണ്ട്. തുമ്പോൺ വടക്കൻനാഥൻ ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. അതിന് 8 കരകളുണ്ട്. അതിൽ വടക്കേക്കരയിൽ തുമ്പോൺ താഴം, മുട്ടത്തുകോണം, ചെന്നീർക്കര, തുമ്പോൺ ഏറം. തെക്കേക്കരയിൽ നെരിയാപുരം, മാമ്പിലാലി, നടുവിലെ മുറി, മുട്ടം. അവിടെ തുമ്പോണെന്ന് പേര് പോലും ഇല്ല. അക്കരയിൽ 4 കരയിൽ. ഇപ്പം ഈ അമ്പലത്തിൻ്റെ 8 കരകളിൽ 4 കരകൾ വാസ്തവത്തിൽ തുമ്പോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ചെന്നീർക്കര ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അധീനതയിൽ രാജാക്കന്മാരുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വാസ്തവത്തിൽ പണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഒരു ക്ഷേത്രം പണിയാനുള്ള ധനശേഷി രാജാക്കന്മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ചെന്നീർക്കരയിലെ അറിയപ്പെടുന്ന വലിയൊരു രാജാവ് ശക്തിഭദ്രൻ എന്ന് പറയുന്നൊരു രാജാവ്. അദ്ദേഹം അറിയപ്പെടുവാൻ കാരണം അദ്ദേഹം 9ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ ആശ്ചര്യ ചൂടാമണി എന്ന് പറഞ്ഞൊരു സംസ്കൃത നാടകം എഴുതി. ഈ നാടകം അദ്ദേഹം ശങ്കരാചാര്യരെ ചെങ്ങന്നൂർ അമ്പലത്തിൽ വെച്ച് വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം മൗനവ്രതത്തിലായതുകൊണ്ട് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. കുറേ കഴിഞ്ഞിട്ട് അദ്ദേഹം ശങ്കരാചാര്യരുടെ അഭിപ്രായം പറഞ്ഞില്ലെന്ന് വിചാരിച്ച് ഇദ്ദേഹം ആ ഓലയെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ദിവസം ശങ്കരാചാര്യർ വീണ്ടും കണ്ടപ്പോൾ അതിലെ ചില സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിയപ്പോൾ ഇദ്ദേഹം ഉണർന്ന് പറഞ്ഞു, അയ്യോ അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു കമൻറ്റ് പറഞ്ഞില്ല എന്നോർത്ത് ഞാൻ കളഞ്ഞതാണ് എന്ന് പറഞ്ഞത് വീണ്ടും എഴുതി. ഇത് 1890 കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ എന്നൊരു കവിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. മഹാഭാരതം എന്ന് പറയുന്ന 1,00,000-ലധികം വരുന്ന സംസ്കൃത ശ്ലോകങ്ങൾ മുഴുവനും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ. അദ്ദേഹം സംസ്കൃതത്തിൽ ശ്ലോകം വായിക്കുമ്പോൾ അത് ഉടൻ തന്നെ നിമിഷകവിയാണ്. ഉടൻ തന്നെ ആ ശ്ലോകം മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയും ഒരാൾ എഴുതുകയും ചെയ്തു. അങ്ങനെ എഴുതിയിരുന്ന ഇദ്ദേഹത്തിന് ഈ സംസ്കൃതത്തിലെ നാടകം കണ്ടിട്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ആശ്ചര്യ ചൂടാമണി അറിയപ്പെട്ടതും ചെന്നീർക്കര രാജാവ് അറിയപ്പെട്ടതും. ചെന്നീർക്കര രാജാവിൻ്റെ ആസ്ഥാനം കൊടുവണ്ണാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും ചെന്നീർക്കര എന്നതിൻ്റെ പേര് വരുന്നത് ചെന്നീർ അല്ലെങ്കിൽ യുദ്ധം മൂലം ഒത്തിരി രക്തം ചിന്തിയ സ്ഥലം എന്നുള്ള നിലയിലാണ് ചെന്നീർക്കര വന്നത് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും അതങ്ങനെ നിൽക്കട്ടെ. തിരുവിതാംകൂറിൽ വടക്കൻനാഥൻ ക്ഷേത്രം നമുക്കറിയാവുന്ന തൃശ്ശൂർ വടക്കൻനാഥൻ ക്ഷേത്രമാണ്. അങ്ങനെ അവിടെ നിന്ന് തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന ഒരു വടക്കൻനാഥൻ ക്ഷേത്രം എന്ന് പറയുന്നത് തുമ്പോൺ മാത്രമേ ഉള്ളൂ. ഇത് തിരുവിതാംകൂറിലെ വലിയ ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ പൂർവികർ ഈ ക്ഷേത്രം ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ തൃശ്ശൂർ അല്ലെങ്കിൽ മലബാർ ഭാഗത്തു നിന്ന് വന്നവരാണെന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കേട്ട കഥകളാണ് ഞാനിത് പറയുന്നത്. അവർ വന്നത് അമ്പലത്തിനോട് ചേർന്നിട്ടാണ്. നമ്മുടെ 2 വീട്ടുകാരുണ്ട്. അത് പുത്തൻപുരയ്ക്കക്കാരും ചെറുതുരുത്തിൽക്കാരും. ഇവരെ ഉണ്ടായിരുന്നപ്പോൾ പുത്തൻപുരയ്ക്കൽ കുടുംബത്തിൽ ക്രിസ്ത്യാനികളായിരുന്നതുകൊണ്ടും പട്ടക്കാരുണ്ടായിരുന്നതുകൊണ്ടും കടമ്പനാട് പള്ളിയിൽ കൂടി നടന്നെന്നും കടമ്പനാട് പള്ളിയിൽ കൂടി നടന്ന ഒരു അച്ഛൻ മസൂരി വന്നിട്ട് കടമ്പനാട് വരെ കൊണ്ടുപോയി അടക്കാൻ കഴിയാഞ്ഞിട്ട് പുത്തൻപുരയ്ക്കൽ പുരയിടത്തിൽ അടക്കി എന്നും അറിയപ്പെടുന്നു. പുത്തൻപുരയ്ക്കൽ പുരയിടം എന്ന് പറയുന്നത്
തുമ്പോൺ ബഥേൽ പള്ളിയുടെ ഏതാണ്ട് എതിർവശത്തായിട്ട് അപ്പുറത്ത് കാണുന്നത്, ഇപ്പോൾ ചക്കാലമണിക്കാരുടെയിലാണ് വീട്, അവിടെ അടക്കിയിട്ടുണ്ടെന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, തുമ്പോൺ പള്ളി പണിതത് 1160 കാലഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു. ഇതിനെ സംബന്ധിച്ച് ഒത്തിരി തർക്കമൊക്കെ ഉണ്ട്. പന്തളം രാജാവ് പന്തളത്ത് വന്നത് AD 905 ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ പറയുന്നു. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രം മുഴുവനും ആധികാരികമായി എഴുതി വച്ചിരിക്കുന്ന 4 വോളിയത്തിലുള്ള ഒരു ബുക്കാണ്. അതിനകത്ത് പറയുന്നു പന്തളം രാജാവ് 905 വന്നിട്ടുള്ളത്. തിരുവിതാംകൂർ ചരിത്രം എഴുതിയ ശ്രീധരമേനോൻ പറയുന്നു 1160 കാലഘട്ടത്തിൽ പന്തളം രാജാവിന് വേണാട് രാജാക്കന്മാർ കുറേ സ്ഥലം കരവഴിവായി കൊടുത്തു എന്ന്. എന്തായാലും പന്തളം രാജാക്കന്മാർ ആദ്യ കാലഘട്ടത്തിൽ തുമ്പോൺ തെക്കേക്കരയിലുള്ള ഇപ്പോഴത്തെ തുമ്പോൺ പ്രദേശത്ത് താമസിച്ചെന്നും പിന്നീടാണ് പന്തളത്തേക്ക് മാറിയെന്നും പറയപ്പെടുന്നു. പന്തളം രാജാക്കന്മാരുടെ സഹായത്തോടു കൂടിയാണ് തുമ്പോൺ പള്ളി പണിതത്. 8 വീട്ടുകാർ കൂടിയാണ് തുമ്പോൺ വലിയ പള്ളി പണിതത്. അതിൽ 6 വീട്ടുകാർ തെക്കേക്കരയിലും 2 വീട്ടുകാർ വടക്കേക്കരയിലുമാണ്. ആ 2 വീട്ടുകാരിൽ ഒന്ന് പുത്തമ്പരയ്ക്കൽ കുടുംബവും ഒന്ന് ചെറുതുരുത്തിൽ കുടുംബവുമാണ്. ഈ 8 വീട്ടുകാരെ കൂടി പണിതിരുന്നതുകൊണ്ട് 8 വീട്ടിലെയും ഓരോരുത്തരെ എല്ലാ വർഷവും മാറി മാറി ട്രസ്റ്റിമാരാകും. നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് ഓർമ്മയുള്ളത് 1890 കാലഘട്ടത്തിൽ സഭയിൽ നവീകരണം ഉണ്ടായപ്പോൾ, മലങ്കര സഭയിൽ നവീകരണം ഉണ്ടായപ്പോൾ, സഭ 2ആയി സംഘടിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ 1890 പുത്തമ്പരയ്ക്കൽ മാത്തൻ ജോസഫ് എന്ന് പറയുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദർ പള്ളിയിൽ ട്രസ്റ്റി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പുത്തമ്പരയ്ക്കൽ മത്തായി കത്തനാർ അവിടുത്തെ പട്ടക്കാരനായിരുന്നു, ഷെമാശനായിരുന്നു. തോമസ് മാർ അഥനേഷ്യസിൽ നിന്നാണ് അദ്ദേഹത്തിന് ഷെമാശപ്പട്ടം കിട്ടിയത്. അവിടെ അതിനുശേഷം അദ്ദേഹത്തിന് പട്ടം കിട്ടിയത് ചാതുരുത്തി മെത്രാൻ അല്ലെങ്കിൽ പരുമല തിരുമേനിയിൽ നിന്നാണ് അദ്ദേഹത്തിന് പട്ടം കിട്ടിയത്. അവിടെ ഇതിൻ്റെ പേരിൽ നവീകരണക്കാരും അല്ലാത്തവരും തമ്മിൽ ഭിന്നത ഉണ്ടായതുകൊണ്ട് 2 ഗ്രൂപ്പുണ്ടായി. ഈ 2 ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് 2 ആഴ്ച നവീകരണക്കാർക്കും 2 ആഴ്ച മറ്റുള്ളവർക്കും യാക്കോബക്കാർക്കും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ക്രിസ്മസിൻ്റെ ടൈമിൽ പുത്തമ്പരയ്ക്കലെ അച്ഛന് ആണ് തവണ. വടക്കേക്കരയിലുള്ളവരെല്ലാം കൂടെ തുമ്പോൺ പള്ളിയിൽ വെളുപ്പിനെ കുർബാന ചൊല്ലാൻ ചെന്നപ്പോൾ അവിടെ കരിങ്ങാട്ടിൽ അച്ഛൻ കുർബാന ചൊല്ലുന്ന സാഹചര്യം, അടച്ചിട്ടിട്ട് കുർബാന ചൊല്ലുന്നു. വടക്കേക്കരയിൽ നിന്ന് ചെന്നവർ ഓട് പൊളിച്ച് അകത്ത് കയറി തുറന്ന് അടിപിടിയും ബഹളമൊക്കെ ഉണ്ടാക്കി അവസാനം അവിടെ നിന്ന് പിരിയുന്നതിന് തീരുമാനമായി. വടക്കേക്കരയിലെ ക്രിസ്ത്യാനികൾ മുഴുവനും ആ സമയത്ത് നൂറ്റാണ്ടുകളായി തുമ്പോൺ പള്ളിയിൽ ഉണ്ടായിരുന്ന സകല ആനുകൂല്യങ്ങളും അധികാരങ്ങളും അവകാശങ്ങളും മുഴുവനും ത്യജിച്ച് വടക്കേക്കരയിൽ വന്ന് മാർത്തോമ പള്ളി സ്ഥാപിച്ചു എന്നുള്ളതാണ് ചരിത്രം. അതിനകത്ത് തുമ്പോൺ പള്ളിയിലെ ചരിത്രം പലരും പല വിധത്തിൽ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇന്നും തുമ്പോൺ പള്ളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പലരും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മലയാള ഭാഷ ഉണ്ടായത് 1200 ശേഷമാണ് മലയാള ഭാഷ ഉണ്ടായത്. അതിനു മുമ്പ് മലയാള ഭാഷ എന്ന് പറയുന്നത് വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നൊരു ഭാഷയാണ്. വട്ടെഴുത്തിലുള്ള ലിഖിതങ്ങൾ നമുക്ക് മലയാളത്തിൽ കിട്ടിയിട്ടുള്ളത് ഒന്ന് തരിസാപ്പള്ളി ചെപ്പേടാണ്. തരിസാപ്പള്ളി ചെപ്പേൽ എന്ന് പറയുന്നത് കൊല്ലത്ത് അവിടുത്തെ തരിസാപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിക്ക് രാജാവ് കൊടുത്ത അധികാരങ്ങൾ കൊടുത്ത ചെപ്പേടുകളാണ്. അതിൽ 3 ഓർത്തഡോക്സ് സഭയിലും 2 മാർത്തോമ സഭയിലും ഉണ്ട്. അതാണ് തരിസാപ്പള്ളി ചെപ്പേടുകൾ. അത് വട്ടെഴുത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് AD 849 അത് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം വട്ടെഴുത്തിലുള്ള ലിഖിതങ്ങൾ കണ്ടെടുത്ത ഏക സ്ഥലം തുമ്പോൺ പള്ളിയാണ്. 1971 ഞാൻ ലോയ്ക്ക് ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോകുമ്പോൾ ലോക മലയാള സമ്മേളനം അവിടെ നടക്കുന്നു. മലയാള ഭാഷയിലെ മുഴുവൻ പുസ്തകങ്ങളും എക്സിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി. അവിടെ ചെന്നപ്പോൾ വട്ടെഴുത്തിലുള്ള ഈ തുമ്പോൺ പള്ളിയിലെ ലിഖിതത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് മലയാളത്തിലെ പുരാതനമായ ലിഖിതം കണ്ടെടുത്ത സ്ഥലം തുമ്പോൺ പള്ളി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു.
ഞാനിത് അന്വേഷിച്ച് തുമ്പോമ്പള്ളി ചെന്നപ്പോൾ ആർക്കും ഒരു നിശ്ചയവുമില്ല. അപ്പം കപ്പ്യാർ എന്നോട് പറഞ്ഞു, ഇവിടെ എന്തോ ഒരാൾ വന്ന് ഇന്നാൾ വന്നൊരു പടമൊക്കെ എടുത്തുകൊണ്ട് പോയി, അതൊന്ന് നോക്കിക്കാട്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഈ സംഭവം അതാ. ഞാൻ പറഞ്ഞു, ഇത് കളയരുത്. അവിടുത്തെ അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇതൊക്കെ 70കളിൽ നടന്ന സംഭവം, ഇത് കളയരുതേന്ന് പറഞ്ഞു. തുമ്പോമ്പള്ളി ചെന്നാൽ തുമ്പോമ്പള്ളിയുടെ മധുവായിലോട്ട് കയറുന്നതിൻ്റെ താഴ്വശത്ത് മൊസൈക്കിൻ്റെ ഇടയിൽ കയറുന്ന ആ വാതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 സ്ലാബ് കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ തുമ്പോമ്പള്ളിയുടെ 1200-ാം വാർഷികം കൊണ്ടാടുമ്പോൾ ഞാൻ മെനക്കെട്ട് പോയിരുന്ന് കേട്ടു. ഒരൊറ്റ മനുഷ്യൻ പോലും, പലരും ചോദിക്കുന്നതിൻ്റെ പൗരാണികത്തെ കാണിക്കുന്ന എന്തെങ്കിലും ചരിത്രമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു മനുഷ്യനും അത് പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഞാനത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, ഇതിലൊന്ന് പറ. വട്ടെഴുത്തെന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്ന കാലഘട്ടം ഏതായാലും 1200-ന് മുമ്പാണ്. അതെങ്കിലും ഒന്ന് പറ, ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് എന്നൊന്ന് പറ എന്ന് പറഞ്ഞ്, അത് നമ്മുടെ പൗരാണികത്തെ കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, പുത്തമ്പരയ്ക്കൽ കുടുംബവും നമ്മുടെ പൂർവികരും നൂറ്റാണ്ടുകളായി ഈ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ചുരുക്കം. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പുത്തമ്പരത്തിൽ കുടുംബത്തിൽ നിന്ന് ഒരു ശാഖ ഇവിടെ വന്ന് താമസിക്കുന്നു. എല്ലാവരും പല സ്ഥലങ്ങളിൽ പോകുന്നു. എല്ലാവർക്കും ഒരുമിച്ച് കാണുന്നതിനുള്ളൊരവസരമുണ്ടായി. വളരെ സന്തോഷകരമായ ഒരു സംഗതി എന്നുള്ളതിൽ എപ്പോഴും സന്തോഷിക്കുന്നു. ഞാൻ 1978 ഇന്ത്യയിൽ നിന്ന് ആദ്യം ഇസ്രായേലിൽ പോയ ടീമിലുണ്ട്. അവിടെ എസ്കലോൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പോഴത്തെ ഈ ടൂർ ഗ്രൂപ്പിനകത്ത് അതില്ല. ഷിംഷോൻ്റെ ക്ഷേത്രമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇസ്രായേലിലെ ആദ്യത്തെ പ്രസിഡന്റ് വൈസ്മനെ അടക്കിയിരിക്കുന്നത്. അവിടെ ഒരു മോണിമെൻ്റ് ഉണ്ട്. കീറിയിരിക്കുന്ന തോറ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം കീറിയിരിക്കുന്നതായിട്ടുള്ള ഒരു മോണിമെൻറ്റ്. അത് കാണാൻ ചെന്നപ്പോൾ ഗൈഡ് 25 ലക്ഷം യഹൂദന്മാരെ ജർമ്മനിയിൽ ഹിറ്റ്ലർ കൊന്നതിൻ്റെ മോണിമെൻ്റായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് വർണ്ണിച്ച് കരയുകയാണ്. ഞാനന്നേരം വിചാരിച്ചു, നമ്മുടെ രാജ്യത്ത് എത്രയോ രക്തസാക്ഷി മണ്ഡപങ്ങളുണ്ട്, കണ്ടാൽ ആർക്കെങ്കിലും കരച്ചിൽ വരുമോ? ഒന്നും വരത്തില്ല. പക്ഷേ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് കരയുന്നൊരു കാഴ്ച ഞാൻ അവിടെ കണ്ടു. എന്ന് പറഞ്ഞതുപോലെ കുടുംബയോഗം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടുന്നതിനും ഒന്നുമല്ലേ നമ്മുടെ സഹോദരനാണ് ഇന്ന ആളെന്നെങ്കിലും തിരിച്ചറിയുവാൻ ഒരു സാഹചര്യമുണ്ട്. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും സകലവിധ മംഗളങ്ങളും നേരുന്നു. ഞങ്ങളുടെ മൂല കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ ഒരു ഭാഗമാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വിളിച്ചതിന് പ്രത്യേകം നന്ദി. നമസ്കാരം.